ഇന്ന് നമ്മൾ ചെറുപയർ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റും. മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇത് ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ തന്നെ ക്ഷീണം, തളർച്ച, അതുപോലെ മുടി കൊഴിച്ചിൽ, രക്തക്കുറവൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുപയറാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതാ 2 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിലാണ് നമ്മൾ എല്ലാം മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത തന്നെ വേണമെന്നില്ല, ഏതാണോ ഉള്ളത് എടുക്കാം. ഒരു കൈപ്പിടിയോളാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 30 ഡേറ്റ്സും കൂടി നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ കറുത്ത മുന്തിരിയൊന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് വെറും ഡേറ്റ്സ് മാത്രം എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം, അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ ശരിക്കും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കിത് കുതിർത്തതിന് ശേഷം അരയ്ക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരെ ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഈ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ വറുക്കേണ്ട ആവശ്യമില്ല. ചെറുപയർ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ചൂടുണ്ടാവണം, അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നത് വരെ വറുത്തെടുത്താൽ മതി. ഒരുപാടങ്ങ് കളർ മാറണ്ട. അപ്പോൾ ഇതാ നല്ലപോലെ വറുത്തെടുത്തു. ഇനി ഒരു 1/2 കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഏതാണോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളത് അത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് വാൾനട്ടും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 3 ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒരു 1/2 കപ്പ് ഉണ്ടാവും. എല്ലാം കൂടി ചേർത്തിട്ടാണ് 1/2 കപ്പ് കേട്ടോ. അപ്പോൾ ഇത് 3 ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി എടുത്താലും മതി, 1/2 കപ്പ് അളവിൽ കപ്പലണ്ടി എടുത്താലും മതി. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരു ഏലക്കയും കൂടി ചേർക്കാം. ഏലക്ക ഒരുപാടൊന്നും ചേർക്കണം കേട്ടോ, ഒരെണ്ണം മാത്രം മതിയാവും, ചെറിയൊരു ഫ്ലേവർ മാത്രം മതി. അതും കൂടി ചേർത്ത് ഈ ചൂടിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ ചെറുപയറും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ചെറുപയറും ഇതേപോലെ തന്നെ പറ്റാവുന്നത്രയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചെറുപയർ പൊടിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കരയും കൂടി വേണം കേട്ടോ. ശർക്കര എടുക്കുമ്പോൾ നല്ല ശർക്കര എടുക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഡേറ്റ്സൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡേറ്റ്സ് ഇതുപോലെ കുതിർക്കാൻ വെച്ചാൽ ഇത് കഴിയുമ്പോഴേക്കും ഡേറ്റ്സൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇതിൻ്റെ കുരുയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ കുതിർത്ത കാരണം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. പൾസ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മാക്സിമം ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അതേ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇത്ര തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടാവട്ടെ. ഇത് നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ശർക്കര നെയ്യിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ശർക്കര നേരിട്ട് നെയ്യിലിട്ടിട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് നെയ്യിലേക്ക് ചേർക്കുന്നത്. ശർക്കര ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ ഇത് അലിഞ്ഞ് വരും. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ശർക്കര നോക്കിയെടുക്കാം. മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര എടുത്താൽ മതി. ശർക്കര എന്തായാലും ചേർക്കണം കേട്ടോ. നമ്മൾ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്, എന്നാൽ പോലും കുറച്ച് ശർക്കര ചേർക്കണം. ഒരു 1/2 കപ്പ് അളവിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ശർക്കരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും മുന്തിരിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിൽ നമുക്കൊരു സിറപ്പ് പോലെ കിട്ടും. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷായിട്ട് ചെറിയ തേങ്ങ ചേർക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടാവും. തേങ്ങ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്താലും മതി. അപ്പോൾ അത് 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ പൊടി ഒരു പകുതി ഭാഗത്തോളം ഇപ്പോൾ ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്താൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ പകുതി ഭാഗത്തോളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാ പൊടിയും നമ്മൾ ചേർത്തു. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ പൊടിയൊന്നും കാണാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നട്ട്സൊക്കെ നമ്മൾ ചേർത്ത കാരണം അതിൽ നിന്നും കുറച്ച് ഓയിലൊക്കെ വിട്ട് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കണം. നമുക്ക് കൈ തൊടാൻ പാകത്തിനൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം. കട്ടയൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് വിടിയിച്ചെടുക്കാം. എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുത്ത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൈ തൊടാൻ പാകത്തിന് ചൂടുള്ളപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, മാത്രമല്ല വളരെ ഹെൽത്തിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉണ്ടയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാം. ദിവസം ഓരോന്നും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.